ഹലോ ഗൈസ്, ലിറ്റിൽ പുട്സിൻ്റെ വാലന്റൈൻസ് ഡേ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് ആദ്യം ഒരു കാർഡ്ബോർഡ് എടുക്കണം. നമ്മൾ ഫോട്ടോ ഫ്രെയിമാണ് ഉണ്ടാക്കുന്നത്. സോ അതിന് വേണ്ട വലിപ്പത്തിലുള്ള കാർഡ്ബോർഡ് എടുത്തിട്ട് അതിന് 3 ഫ്രെയിമിന് വേണ്ടി 3 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ആ പീസിൻ്റെ വലിപ്പമുള്ളൊരു പേപ്പർ കട്ട് ചെയ്തിട്ട് അതിൽ ഞാൻ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. കാരണം 3 പേജിലും ഒരേ വലിപ്പത്തിൽ നമുക്ക് കിട്ടണം. അത് മാർക്ക് ചെയ്തിട്ട് മൂന്നിനെ 3 ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇനി ഒരു ബേസ് ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് അതിൽ അതേപോലെയുള്ള ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറിയൊരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് ആ വലിപ്പത്തിൽ മാർക്ക് ചെയ്ത് ഈ ബേസ് ബോർഡിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു കവർ പോലുണ്ട്, ആ പേപ്പർ അങ്ങ് പൊളിച്ച് കളയാം. എന്നിട്ട് നമുക്കൊരു 6 ഷേപ്പ് കിട്ടും. ആ ടെക്സ്ചർ വേണം. എന്നിട്ട് നമുക്കതിൽ ഫുള്ള് കളർ ചെയ്തെടുക്കാം. ഞാനിവിടെ എളുപ്പത്തിന് മാർക്കർ യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടമുള്ള പെയിൻറ് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സൈഡ് കവർ ചെയ്യാൻ, ഇതിനെ ജോയിൻ ചെയ്യാനായിട്ട് സ്ട്രിപ്സ് ആയിട്ട് നമുക്ക് കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിവിടെ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്ക് പശ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ള പശ യൂസ് ചെയ്തിട്ട് ഇത് ഇരിക്കുന്നില്ല. ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള പശ എൻ്റെ കയ്യിലില്ലായിരുന്നു. സോ ഞാനിവിടെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഫിക്സ് ചെയ്യുക. അങ്ങനെ 3 നമ്മൾ കവർ ചെയ്തെടുത്തു. 3 സൈഡും കവർ ചെയ്തു. ഇനി നമ്മൾ പശ തേക്കുക. അതിന് മുന്നേ നമുക്ക് ഫോട്ടോ വെക്കണമെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒന്നും വെക്കുന്നില്ല. എന്നിട്ട് മൂന്നിനെയും ടോപ്പ് പോർഷൻ വെച്ച് കവർ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ബേസിനായിട്ടൊരു കാർഡ്ബോർഡ് എടുക്കാം. എന്നിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ എഡ്ജിൽ റെഡ് കളർ കൊടുത്തത് ക്ലിപ്പ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് പച്ച വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യമേ അറേഞ്ച്മെൻറ്റ്സ് ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്തു ഒട്ടിച്ചെടുക്കുക. ഒന്ന് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനായിട്ട് ഞാൻ പുറകിലൊരു സെല്ലോ ടേപ്പിൻ്റെ പീസ് വെച്ച് കൊടുത്തു. എന്നിട്ട് 3ാമത്തെ ഫ്രെയിമും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ സിമ്പിളായിട്ടുള്ള ഫോട്ടോ ഫ്രെയിം റെഡി.